ഇനി നമുക്ക് കുട്ടിത്താരത്തിലേക്ക് പോകാം. മിമിക്രി ആരിലും ചിരി ഉയർത്തുന്ന മനോഹരമായ കലാരൂപമാണ്. മിമിക്രി പഠിപ്പിക്കാൻ ഇപ്പോൾ ഗുരുക്കന്മാർ ഒക്കെ ഉണ്ടെങ്കിലും ഒരു കലാകാരൻ്റെ വ്യക്തിപരമായ കഴിവ് തന്നെയാണ് പലപ്പോഴും മിമിക്രി രംഗത്ത് തിളങ്ങാൻ സഹായിക്കുന്നത്. സെറിബ്രൽ പാൾസി പോലെ ശാരീരിക ചലനങ്ങളെ അടക്കം ബാധിക്കുന്ന രോഗത്തെ അതിജീവിച്ച് സ്വന്തം നിലയിൽ മിമിക്രി പഠിച്ച് അതിൽ കഴിവ് തെളിയിച്ച ഒരു കൊച്ചു മിടുക്കനുണ്ട് ഇടുക്കിയിൽ. ആസിഫ് മുഹമ്മദ് ഈ മിടുക്കൻ തൊടുപുഴ ഇടവെട്ടിയുടെ സ്വന്തം താരമാണ്. I am a congressman. I respected Rahul ji, Sonia ji, Modi ji, Parle ji. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജി ജി. ജനിച്ച നാൾ മുതൽ ശയ്യാവലംബിയായിരുന്നു ആസിഫ് എന്ന് പറയാം. 11-ാം വയസ്സുവരെ ആസിഫിന് തനിയെ നടക്കാൻ സാധിക്കുമായിരുന്നില്ല. വീട്ടുകാരെടുത്തുകൊണ്ട് വേണം പോകാൻ. 11 വയസ്സിനു ശേഷമാണ് ആസിഫ് പിച്ചവെച്ച് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. പിന്നെയും കാലമെടുത്തു മിമിക്രി എന്ന കലയോട് ആസിഫിന് ഇഷ്ടം തോന്നാൻ. കുടുംബവും അധ്യാപകരും കൂട്ടുകാരുമൊക്കെ പിന്തുണച്ചതോടെ ആസിഫ് മിമിക്രിയിൽ തിളങ്ങാൻ തുടങ്ങി. ഇല്ലടോ ഇല്ല, അച്ഛന്മാരുടെയും ആ മക്കളുടെയും ആ നാശം കാണാതെ ഇയാളൂടെ അടങ്ങില്ലടോ, അടങ്ങില്ല. കേറി വാട മക്കളെ. ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം. എൻ്റെ ജോർജ്, നിങ്ങളുടെ മിസ്സില്ലേ മലർ മിസ്, ആ മിസ്സിനോട് എന്നെ പറ്റി ഒന്ന് പൊക്കി പറയണം. അപ്പറഞ്ഞത് 100% ശരിയാ. കാരണം ജനങ്ങളാണ് എൻ്റെ ഒരു എനർജി. ഞാൻ ജനസമ്മർദ്ദ പരിപാടി സംഘടിപ്പിച്ചത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എന്നെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ അത് പരിഹരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. സെറിബ്രൽ പാൾസി രോഗാവസ്ഥയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ആസിഫിന്. എന്നാൽ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ ആസിഫ് തയ്യാറല്ല. ഇടവെട്ടി പഞ്ചായത്തിലും തൊടുപുഴയിലുമൊക്കെ ആസിഫ് താരമാണ്. പഞ്ചായത്തിന്റെ അടക്കം പല പൊതുപരിപാടികളിലും ആസിഫിന്റെ മിമിക്രി ഹിറ്റാണ്. TV ഷോകളിലും ആസിഫ് പങ്കെടുത്തിട്ടുണ്ട്. IAS എന്നതാണ് ആസിഫിന്റെ സ്വപ്നം. ഇനി സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് സിവിൽ സർവീസ് ഭയങ്കര ആഗ്രഹമാണ്. സിവിൽ സർവീസിൽ IAS ആവണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ ഞാൻ എക്സാമുകളൊക്കെ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറിയൊരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കാരണം ഞാനിങ്ങനെ നിൽക്കുന്നു. പിന്നെ എനിക്ക് അത് സിവിൽ സർവീസ് എഴുതിയെടുക്കണം. എന്നെയും കൊണ്ടാവുന്ന തരത്തിലൊക്കെ കുട്ടികളെ സഹായിക്കണം. ഇതുപോലെയുള്ള ഒരുപാട് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. നമ്മുടെ രാജ്യത്ത് തന്നെ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള എന്നെ കൊണ്ട് പറ്റുന്ന സർവീസിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പഠിക്കുന്നുണ്ട്. ഏറെക്കാലത്തെ ചികിത്സയ്ക്കൊടുവിലാണ് ആസിഫിന് ഇത്രത്തോളം നടക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും ചികിത്സ തുടരുന്നു. സ്വപ്നങ്ങൾ കൈപ്പിടിയിലാക്കാൻ ആസിഫിനെ ചേർത്ത് പിടിച്ച് കുടുംബവും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ കൂടിയുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.